നമ്മുടെ വി ഡി സതീശൻ മാഷ് വീണ്ടും എയറിലാണ് നിൽക്കുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, നല്ല നേതാവാണ്. അദ്ദേഹത്തെ ധിക്കാരിയായ നേതാവെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അവർ പറഞ്ഞിരിക്കുന്നത്. അത് പത്തനംതിട്ട കമ്പനാട് നിന്ന് പത്തനംതിട്ടയിലുള്ള യോഗമാണ്. അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ഈ കേരളത്തിൽ SNDPയുടെ യോഗങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് വേദികൾ ധാരാളമുണ്ട്. അപ്പോൾ അദ്ദേഹം കുറേ സത്യസന്ധമായിട്ടൊക്കെ കാര്യങ്ങൾ പറയും, ബഹളം ഉണ്ടാക്കും, ചിലപ്പോൾ ആളുകളെ ഉപദ്രവിക്കും. UDF ഇപ്പോൾ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. വി ഡി സതീശനെയാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കോൺഗ്രസിലെ നേതാവ്. മറ്റുള്ളവർ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളെ ആന്റണി മറ്റ് നേതാക്കളൊന്നും അങ്ങനെ ഉപദ്രവിക്കാറില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധിക്കാരിയായ നേതാവാണെന്നാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം തിരുവല്ല കോഴഞ്ചേരി യൂണിയൻ ശാഖാ നേതൃത്വ സംഗമത്തിലാണ് അദ്ദേഹം ഈ ആക്ഷേപം ഉന്നയിച്ചത്. ഇതുവരെ കണ്ട രാഷ്ട്രീയക്കാരിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത സംസാരിക്കുന്ന ഏക വ്യക്തി വി ഡി സതീശനാണ്. ചരിത്രകാരന്മാർ പോലും നമ്മുടെ പൂർവികർ ചെയ്ത കാര്യങ്ങൾ വിസ്മരിക്കുകയാണ്. ഈഴവരെ കേരള രാഷ്ട്രീയത്തിൽ വളരാൻ അനുവദിക്കുന്നില്ല. ഈഴവർക്ക് വളർച്ച പ്രശ്നമാണ്. C കേശവനും R ശങ്കരൻ KR ഗൗരിയുമെല്ലാം അങ്ങനെ പുറത്താക്കപ്പെട്ടവരാണ്. ഓരോ കാലഘട്ടത്തിൽ ഇവർ ഈഴവരാരെങ്കിലും വളർന്നു വന്ന് നേതാവുമെങ്കിൽ അവരെ പുറത്താക്കുന്നുണ്ട്. അങ്ങനെ പുറത്താക്കപ്പെട്ടവർ ഒരുപാട് പേരാണ്. പിണറായി വിജയൻ മാത്രമാണ് വളർന്നു വന്നത്. ഈഴവരിൽ നിന്ന് വളർന്നു വന്നത് പിണറായി വിജയൻ മാത്രമാണ്. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിലും ഈഴവത്വം കാണുന്നുണ്ട് എന്നുള്ളൊരു വിഷയം കൂടി ഒരു വളരെ കൗതുകമുള്ള കാര്യമാണ്. VS അച്യുതാനന്ദൻ ഈ ജാതി മതത്തിനൊക്കെ എതിരാണ്. പക്ഷേ VS മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും ഒരു ഈഴവനല്ലേ എന്നൊക്കെ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞായിരുന്നു. നടേശൻ അവർ പറഞ്ഞു. മാത്രമാണ് അദ്ദേഹത്തെ ചെത്തുകാരൻ്റെ മകനെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ഒരിക്കലും അതിൻ്റെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. ചെത്തുകാരൻ്റെ ആയാലും പാട്ടക്കാരൻ്റെ ആയാലും ഏത് അച്ഛൻ എന്ത് ജോലി ചെയ്ത് നോക്കിയിട്ടാണോ മക്കൾ വലിയ ആളാവുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ APJ അബ്ദുൽ കലാമിന് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പറ്റത്തില്ലല്ലോ. വലിയ ആളായില്ലേ, അദ്ദേഹം ബോട്ട് ഡ്രൈവറല്ലേ പിതാവ്. അത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. 3ാം തവണയും ഭരണം പിടിക്കാമെന്നായപ്പോൾ വീണ്ടും പിണറായി വിജയനെ ആക്രമിക്കുകയാണ്. മുസ്ലിം ലീഗും SNDP യോഗവും ഒരുപോലെ പിന്നോക്ക വിഭാഗങ്ങളെന്ന് പറഞ്ഞ് സമരം ചെയ്തിരുന്നു. ഒടുവിൽ ഭരണം കിട്ടിയപ്പോൾ മുസ്ലിം ലീഗിന് പ്രത്യേക റിക്രൂട്ട്മെൻറ്റായി. ഇദ്ദേഹം ഒരു മുസ്ലിം വിരോധമാണ് ഈ പറഞ്ഞു വരുന്നത് വെള്ളാപ്പള്ളി അവർ പറഞ്ഞു വരുമ്പോൾ പക്ഷേ അത് വി ഡി സതീശനെതിരെയും അവർക്കെതിരെയും ഒക്കെ മാറും. എന്തായാലും ധിക്കാരിയായ നേതാവാണ് വി ഡി സതീശൻ എന്നാണ് വെള്ളാപ്പള്ളിയുടെ സമഗ്രമായ ഒരു കുറ്റപ്പെടുത്തൽ.